നമ്മൾ പെട്ടെന്ന് ഔട്ട് ഓഫ് ദ ബ്ലൂ ഒരു ഡൽഹി ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ ഡൽഹിക്ക് പോവാണ്. ട്രിവാൻഡ്രം ഡൊമസ്റ്റിക്കിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്. സോ എയർ ഇന്ത്യ ആയിരുന്നു. എപ്പോഴും പ്ലാൻഡ് ട്രിപ്പിനേക്കാളും നമുക്ക് കൂടുതൽ ഔട്ട്പുട്ട് തരുന്നത് അൺപ്ലാൻഡ് ആയിട്ടുള്ള ട്രിപ്സാണ്. സോ അങ്ങനെ ഒരു ട്രിപ്പാണിത്. എയർ ഇന്ത്യയിലെ ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ചീസ് സാൻഡ്വിച്ച് കഴിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ മുഖം വെച്ചിരിക്കുന്നത് കണ്ടിട്ട് കൊള്ളില്ല എന്ന് വിചാരിക്കരുത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ചോക്ലേറ്റ് കേക്കും വളരെ മോയിസ്റ്റ് ആയിട്ടുള്ള നല്ല കേക്കായിരുന്നു. നമ്മൾ ഡൽഹി എയർപോർട്ടിലെത്തി. സോ ഇവിടുന്ന് കുറേ രസകരമായ സംഭവങ്ങളാണ് ഉണ്ടായത്. നമ്മൾ റൂമൊക്കെ ഡൽഹിയിൽ എത്തിയിട്ടാണ് ബുക്ക് ചെയ്തത്. ഞങ്ങൾ അഗോഡ വഴി ബുക്ക് ചെയ്തിരുന്ന റൂം പോയി. അതെന്താ സംഭവിച്ചതെന്നറിയില്ല. ആ ഹോട്ടലെ അടച്ച് പൂട്ടിയെന്നായിരുന്നു ഞങ്ങൾ പോയപ്പോൾ കണ്ടത്. സോ നമ്മളിപ്പോൾ ബാഗേജ് കളക്ട് ചെയ്യാനായിട്ട് പോവാണ്. എയർപോർട്ടിൽ നിന്ന് ഊബറൊക്കെ ബുക്ക് ചെയ്ത് പോകുന്നതാണ് ലാഭം. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ അറിയാം നമുക്ക് എവിടെയാണ് നല്ലൊരു ഹോട്ടലും സ്റ്റേയും ഒക്കെ കിട്ടുന്നതെന്ന്. ഞങ്ങൾ പോയ ഹോട്ടൽ ഞങ്ങൾക്ക് വലിയൊരു പണിയാണ് കിട്ടിയത്. അഗോഡ എന്ന് പറഞ്ഞ ആപ്പ് വഴി നമ്മൾ ബുക്ക് ചെയ്തിരുന്നു. പക്ഷെ അവിടെ പോയപ്പോൾ കാണിക്കുന്നത് ഹോട്ടൽ അടച്ചു പൂട്ടി എന്നാണ്. പിന്നെ ഞങ്ങൾ ഈ ഡ്രൈവറിൻ്റെ സഹായത്തോടെ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചു. ആ ഹോട്ടൽ ഭാഗ്യത്തിന് മെട്രോയ്ക്ക് അടുത്ത് തന്നെ ആയിരുന്നു. നമ്മൾ മെട്രോ കാർഡ് എടുത്താണ് പിന്നെയുള്ള സ്ഥലങ്ങളെല്ലാം വിസിറ്റ് ചെയ്തത്. ഹോട്ടൽ ചാർജൊക്കെ നോർമലി എല്ലായിടത്തും ഉള്ള പോലെ തന്നെ, പക്ഷെ ഫുഡ് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. ലൈക്ക് ഞങ്ങൾ അടുത്തുള്ള ഹോട്ടലിലൊക്കെ പോയി കഴിച്ച ഫുഡൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. ബെറ്റർ ഓപ്ഷൻ KFC ഡോമിനോസ് ഒക്കെയാണ്. വയറിനും പണി കിട്ടില്ല. സ്ട്രീറ്റ് ഫുഡൊക്കെ വളരെ മോശമാണ്. നമ്മൾ മെട്രോ കയറി ആദ്യം വന്നത് റെഡ് ഫോർട്ട് കാണാനായിട്ടാണ്. ഫസ്റ്റ് ഡേ തന്നെ നമ്മളത് ആ ദിവസം കളയണ്ടെന്ന് വെച്ചു. നമ്മൾ ലഹോരി ഗേറ്റ് വഴിയാണ് അകത്തേക്ക് കയറിയത്. അപ്പോൾ ഒരു ചട്ടാ ചൗക്ക് എന്ന് പറഞ്ഞ സ്ഥലം കാണാം. ഇവിടെയായിരുന്നു പണ്ട് ഷാജഹാൻ ചക്രവർത്തിയുടെ കാലത്ത് ഇവിടെയുള്ള സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ആഭരണങ്ങളും സിൽക്സും ഒക്കെ വിറ്റിരുന്ന സ്ഥലമാണ് ഇത്. ഇപ്പം ഇവിടെ കുറേ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ബാഗ്, അത് എല്ലാ സാധനവും ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ഈ മ്യൂസിയത്തിനകത്താണ് കയറിയത്. അതിനകത്ത് നമുക്ക് പലതരത്തിലുള്ള വാള്, പരിച അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണാം. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹിസ്റ്ററി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വായിച്ചെടുക്കാം.
ഈ കാണുന്ന ബിൽഡിംഗ് ഒരു പ്രെയർ ഹാളാണ്. ഐ തിങ്ക് ഔറംഗസീബിന്റെ എന്തോ കാലത്താണ് ഇത് പണിതത് എന്നാണ്. ഈ ഏരിയയൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഈ മൂവിയില്ലേ ജോധ അക്ബർ, ആ പടമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇവിടെ വെച്ചായിരിക്കുമോ ആ സോങ് ഒക്കെ അവര് ഷൂട്ട് ചെയ്തത്? ഇതിനകത്ത് തന്നെ നമുക്കൊരു 10,000 സ്റ്റെപ്പ് നടന്ന് കാണാനുള്ള സാധനങ്ങളുണ്ട്. അപ്പം നമുക്ക് നന്നായിട്ട് വിശക്കും. അപ്പം അകത്ത് കയറി നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കാം. ഈ കാണുന്നതാണ് രംഗ് മഹലും ഖാസ് മഹലും. ഇതിന്റെ മുന്നിലെ ഈ അരുവിയുടെ പേരെന്താണെന്നറിയോ? ഇതാണ് സ്വർഗത്തിലെ അരുവി എന്ന് വിളിക്കുന്നത്. മുഗൾ ടൈമിൽ ഇങ്ങനെ കുറെ മോണ്യുമെന്റ്സ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കൈ കൊണ്ട് ചെയ്തതാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഓഫ് മെഷീൻ ഓർ എനിത്തിങ്. കൈ കൊണ്ട് ഓരോ കാര്യങ്ങളും ഓരോ വർക്കും അങ്ങനെ കൊത്തിയെടുത്തതാണ്. ഇത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന് ട്രിബ്യൂട്ടായിട്ട് ഒരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ കണ്ട കാഴ്ചകളാണ്. എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം നമുക്ക് നോക്കി നോക്കി വായിച്ച് പോകാം. അത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.